Hi dears, welcome back to our channel. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോഡൽ നെക്ലസ് ആണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതുപോലെ ഇതിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിന് വേണ്ടത് ചെയിൻ ആണ്. ചെയിൻ നമുക്ക് മാല പോലെ വാങ്ങാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിന് അവർ കട്ട് ചെയ്ത് തരും. അപ്പോൾ ഇത് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ചെയിൻ വാങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. 7 പീസസ് ആയിട്ടാണ് നമുക്ക് ചെയിൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിൽ സെൻറ്ററിലെ ചെയിനിന് കുറച്ച് ലെങ്ത്ത് കൂടുതലും, അതിനുശേഷം അതിന് ലെഫ്റ്റ് സൈഡിൽ 3 പീസും റൈറ്റ് സൈഡിൽ 3 പീസ് എടുക്കണം. അതിൽ ലെങ്ത്ത് ഓരോ ചെയിനും ലെങ്ത്ത് കുറഞ്ഞു വരുന്ന രീതിയിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ 3 എണ്ണം ഓരോ കണ്ണി വീതം കുറഞ്ഞു വരണം, അതുപോലെ റൈറ്റ് സൈഡിലും വരണം. ഇതുപോലെ ഒരു ഓർഡറിലാണ് നമുക്കത് കട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇത് എന്നിട്ട് നമുക്കൊരു സൂചിയിലോ അല്ലെങ്കിൽ ഒരു കമ്പിയിലോ കോർത്ത് ഒരു സൈഡിൽ വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ബെൻ ട്യൂബ്സ് ആണ്. ഇതിൻ്റെ പേര് ഫ്യൂസ്റ്റാർ എന്നാണ്. നമ്മൾ ബീഡ്സ് കോർക്കാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഷുഗർ ബീഡ്സ് ആണ്. ഞാനിവിടെ ഗ്രീൻ കളർ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ കുറച്ച് റെഡ് ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഗിയർ ലോക്കും ഗിയർ വയറും പിന്നെ ജ്വല്ലറി മേക്കിംഗ് ടൂൾസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് നെക്ലസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ കുറച്ച് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ചെറിയൊരു ചെയിനും ഹുക്കും ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊഴിച്ച് ബാക്കി നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ചെയിനും കൂടെ റെഡിയാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് ഒരു ഫ്യൂസ്റ്റാർ എടുക്കാം. എന്നിട്ട് ഇത് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ 2 എണ്ണമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നിലും ബീഡ്സ് കോർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്രീൻ ഷുഗർ ബീഡും ഒരു റെഡ് ക്രിസ്റ്റൽ ബീഡും പിന്നെ വീണ്ടും ഒരു ഗ്രീൻ ഷുഗർ ബീഡും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയിൻ്റെ പീസ് ഇടാം. എന്നിട്ട് നമ്മുടെ ചെയിൻ്റെയും നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ബീഡിൻ്റെയും സെൻറ്ററിലായിട്ട് ഇതുപോലെ ഈ ഫ്യൂസ്റ്റാറിൻ്റെ കമ്പി ഇതുപോലെ ഒരു 3 തവണ ചുറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന കമ്പി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പ്ലയർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെയിനും ബീഡ്സും തമ്മിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം നമുക്കത് ടൈ ചെയ്ത് കൊടുക്കാനായിട്ട്. വീണ്ടും ഇതുപോലെ തന്നെ ഒരു ഫ്യൂസ്റ്റാർ എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്രീൻ ഷുഗർ ബീഡും പിന്നെ റെഡ് ക്രിസ്റ്റൽ ബീഡും പിന്നെ വീണ്ടും ഗ്രീൻ ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയിൻ്റെ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഫ്യൂസ്റ്റാറിൻ്റെ കമ്പി വീണ്ടും ഇതുപോലെ ഒരു 3 തവണ ചുറ്റി ടൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന കമ്പിയുടെ പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പ്ലെയർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് ചെയിനിലും ബീഡ്സ് കോർത്ത് കൊടുത്തിട്ട് ടൈ ചെയ്തെടുക്കണം. അങ്ങനെ 7 പീസ് നമുക്ക് റെഡിയാക്കി വെക്കാം. ചെയിനിലേക്ക് നമ്മൾ ബീഡ്സ് കോർത്തതിന് ശേഷം അതേ ഓർഡറിൽ തന്നെ നമുക്ക് ഗിയർ വയറിലേക്ക് കോർത്ത് കൊടുക്കാം. ഗിയർ വയറിലേക്ക് ഇതുപോലെ 7 ചെയിനും ഇതുപോലെ ഓർഡർ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 സൈഡിലും ഓരോ ചെറിയ ഗോൾഡൻ ബീഡ് വീതം ഇട്ട് കൊടുക്കാം. 2 സൈഡിലേക്കും ഇതുപോലെ ഓരോ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്രീൻ ഷുഗർ ബീഡും പിന്നെ ഒരു റെഡ് ക്രിസ്റ്റൽ ബീഡും പിന്നെ വീണ്ടും ഒരു ഗ്രീൻ ഷുഗർ ബീഡും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് 2 സൈഡിലേക്കും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 സൈഡിലേക്കും ഇതുപോലെ ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോ ബെൻ ട്യൂബ്സ് 2 സൈഡിലും ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ കോർത്ത പോലെ തന്നെ റെഡ് ക്രിസ്റ്റൽ ബീഡ് സെൻറ്ററിലും 2 സൈഡിൽ ഗ്രീൻ ഷുഗർ ബീഡും വരുന്ന രീതിയിൽ കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ലസിൻ്റെ പാറ്റേൺ. ഒരു ബെൻ ട്യൂബ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം, പിന്നെ വീണ്ടും ബെൻ ട്യൂബ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഒരു ഓർഡറിൽ നമ്മൾ ഫുൾ നെക്ലസ് കംപ്ലീറ്റ് ചെയ്തെടുക്കണം.
അപ്പോൾ ഈ പാറ്റേണിൽ ഞാൻ നമ്മുടെ നെക്ലസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഹുക്കും ചെറിയൊരു പീസ് ചെയിനും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഗിയർ വയറിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഹുക്കും കൂടെ ഈ ഗിയർ വയറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ വയറിൻ്റെ അറ്റം എടുത്തിട്ട് ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് വലിച്ചിട്ട് ടൈറ്റായിട്ട് വലിച്ചെടുക്കുക. അതിനുശേഷം ആ ഗിയർ ലോക്ക് ഒന്ന് പ്ലയർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഹുക്കിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഒരു ഫ്ലാറ്റ് പ്ലയർ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എക്സസായി നിൽക്കുന്ന ആ ഗിയർ വയർ കട്ട് ചെയ്ത് കളയാം. ഇനി ഇതേ രീതിയിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഈ ഹുക്കിനോട് ചേർന്ന് വരുന്ന ചെയിനും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ആ സൈഡിൽ ഗിയർ വയർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അറ്റാച്ച് ചെയ്യാനുള്ള ആ ചെയിനും കൂടെ ഈ ഗിയർ വയറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഗിയർ വയർ നമ്മൾ ഇട്ട് കൊടുത്ത ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് പുറത്തേക്ക് വലിക്കുക. എന്നിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഒരു പ്ലയർ വെച്ചിട്ട് നമുക്ക് ആ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നെക്ലസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ നെക്ലസ് ഇവിടെ കംപ്ലീറ്റ് ആയി. നല്ല ഭംഗിയുള്ള പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലസ് ആണിത്. അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് പഠിക്കുന്നവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. വേറെ മോഡൽ നെക്ലസും അതുപോലെ വേറെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റും കുക്കിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. പിന്നെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.